എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിയേറ്റീവ് ഇച്ച് എന്നാണ് അതിനെ ഞാൻ വിളിക്കുന്നത്. ഒരു ചൊറിച്ചിൽ, ആ ഒരു ക്രിയേറ്റീവ് ഇച്ച്. അപ്പം അത് നമ്മൾ എത്ര അതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും നമുക്ക് പറ്റില്ല. അതൊരു റിയാലിറ്റിയാണ്. അതിപ്പം എനിക്ക് സിനിമയാണെങ്കിൽ മറ്റൊരാൾക്ക് ഒരു സ്പോർട്സ് ആവാം, വേറൊരാൾക്ക് ഇപ്പം ഒരു ഗുജറാത്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ദന്തോപ്പാനി കെംചോ ഛെ എന്ന് പറയുന്നത് എല്ലാം ബിസിനസ് റിലേറ്റഡ്. അപ്പം ഓരോ ആളുകൾക്ക് അവരുടേതായ ഈ പറഞ്ഞ ആവശ്യവും അനാവശ്യവും ഒക്കെ ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കലാപരമായ ഒരു സംഗതിയാണത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്ത ഈ പറഞ്ഞ ഫൈനാൻഷ്യലി വളരെ സ്റ്റേബിളായിട്ടുള്ള അമേരിക്കൻസിൽ നിന്നും കംപ്ലീറ്റ്ലി ഒരു യൂ ടേൺ ആണ് ഞങ്ങൾ. റൈറ്റ്, ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ല, ഓക്കെ, പക്ഷേ നമ്മളിത് ഈ പ്രോജക്റ്റ് പുൾ ഓഫ് ചെയ്തു. അത് ഒത്തിരി പേരുടെ സഹായത്തോടു കൂടി എല്ലാ പണിയും സ്വന്തമായി എടുക്കുന്ന ഇൻഡിപെൻഡൻറ്റ് ഫിൽം മേക്കേഴ്സാണ് ഞങ്ങൾ. അതല്ലാതെ ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയോ വലിയ സംഭവങ്ങളോ ഒന്നും ആവശ്യപ്പെടാനില്ലാത്ത, ആരുടെയും സപ്പോർട്ടില്ലാത്ത, അനുവേട്ടനെയും ലാൽ സാറിനെയൊക്കെ പോലത്തെ ആളുകളുടെ അനുഗ്രഹം മാത്രമുള്ള ടൈപ്പ് ഓഫ് ഫിൽം മേക്കേഴ്സാണ് നമ്മൾ.